തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ തേരോട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ യു.ഡി.എഫ് വമ്പൻ കുതിപ്പ് നടത്തുകയാണ് കേരളത്തിൽ. എറണാകുളം ജില്ലയിലെ 13 നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എൽ.ഡി.എഫിന് കനത്ത തിരിച്ചടി എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. ഒരിടത്തും എൽ.ഡി.എഫിന് വിജയിക്കാനായില്ല എന്നതാണ് എറണാകുളത്ത് നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച. 12 നഗരസഭകളിൽ യു.ഡി.എഫ് ഭരണമുറപ്പിച്ചപ്പോൾ തൃപ്പൂണിത്തറയിൽ മാത്രം എൽ.ഡി.എഫിൽ നിന്ന് എൻ.ഡി.എ അട്ടിമറി വിജയത്തിലൂടെ അവിടെ ഭരണം പിടിച്ചെടുത്തു. ഒരൊറ്റ സീറ്റിനാണ് തൃപ്പൂണിത്തറയിൽ എൽ.ഡി.എഫിൽ നിന്ന് എൻ.ഡി.എ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. തൃപ്പൂണിത്തറ നേരത്തെ തന്നെ ബി.ജെ.പി എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയിരുന്നതാണ്. അവിടെ അട്ടിമറിയിലൂടെ എൻ.ഡി.എ ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തറയുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. 12 നഗരസഭകളിലെയും വിജയത്തിലൂടെ യു.ഡി.എഫ് സർവാധിപത്യമാണ് എറണാകുളത്ത് തുടരുന്നത്. മൂവാറ്റുപുഴ, ആലുവ, അങ്കമാലി, ഏലൂർ, കളമശ്ശേരി, കോതമംഗലം, നോർത്ത് പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, മരട്, കൂത്താട്ടുകുളം എന്നീ 12 നഗരസഭകളിലും യു.ഡി.എഫ് വിജയിച്ച് കയറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. തൃപ്പൂണിത്തുറയിൽ എൻ.ഡി.എയും വിജയിച്ചിരിക്കുന്നു. അങ്ങനെ എൽ.ഡി.എഫിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധം എൽ.ഡി.എഫിന് കനത്ത തിരിച്ചടി എറണാകുളത്ത് നിന്ന് ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും അവിടെ യു.ഡി.എഫ് കുതിപ്പ് തുടർന്നിരിക്കുന്നു. വലിയ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു യു.ഡി.എഫിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ യു.ഡി.എഫ് വിജയിച്ച് കയറിയിരിക്കുന്നു. ജനങ്ങൾ യു.ഡി.എഫിനെ പിന്തുണച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയം തിരുവനന്തപുരത്ത് ബി.ജെ.പി കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നു എന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ അധികാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ ബി.ജെ.പി അധികാരം പിടിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ ബി.ജെ.പിക്ക് ഒരു പൊൻതൂവലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമെടുക്കുന്ന കാലഘട്ടത്തിൽ എന്തായാലും ബി.ജെ.പിക്ക് അത് മുന്നോട്ട് പോക്കിന് വലിയ ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അങ്ങനെ യു.ഡി.എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ എന്ന ചിത്രമാണ് നമ്മൾ ഈ മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.